ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം സങ്കീർത്തനം 77-ന്റെ 7-ാമത്തെ വാക്യമാണ്. കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കുകയില്ലയോ? സങ്കീർത്തനക്കാരനായ ആസാഫിന് പല സന്ദർഭങ്ങളിലും പലവിധമായ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം അസൂയാലുക്കളായുള്ള ആളുകളെ നോക്കിയിട്ട് അവർ തടിച്ചു വീർത്തിരിക്കുന്നു, അവരൊന്നിനാലും ബാധിക്കപ്പെടുന്നില്ല, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ ഞാൻ ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിന്റെ പിന്നാലെ നടന്നു, എനിക്ക് പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, അങ്ങനെ അവൻ വളരെ വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് അവന് തോന്നി ഇതിന്റെ കാരണം എന്താകുമെന്ന് ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് അവൻ ദൈവത്തിന്റെ അന്തർമന്ദിരത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു. അവരെല്ലാം നിശ്ചയമായിട്ടും ദൈവം വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുക. ഒരൊറ്റ വീഴ്ചയാണ്. നീതിമാന്മാർ വീഴും, പക്ഷെ അവർ എഴുന്നേൽക്കും. എന്നാൽ ദുഷ്ടന്മാർ മറിഞ്ഞു വീണ് ഇല്ലാതെയാകും. ആ വീഴ്ച എന്ന് പറയുന്നത് അവരെ വഴുവഴുപ്പിലാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. നമുക്ക് വിരോധമായി കൂട്ടം കൂടുന്നവര്, നമുക്ക് വിരോധമായി മന്ത്രവാദം ചെയ്യുന്നവര്, നമുക്ക് വിരോധമായി ശാപവാർത്തകളെ പേശുന്നവരെ, അതെല്ലാം ദൈവം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ന്യായവിധി ഒന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. ദൈവം തന്നെ അവരെ ന്യായവിധി നടത്തി അവർ നിർമൂലമാക്കി കളയും. ഏതോ ഒരു കഷ്ടത്തിൽ, അത് എന്താണെന്ന് നമുക്കറിയില്ല. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരനായ ആസാഫ് പറയുകയാണ്, കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? ഒരു സമയത്ത് ദൈവം വളരെ അനുകൂലമായിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ദൈവം വളരെ കൈപിടിച്ച് നടത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ ഏതോ ഒരു ശോധനയിലൂടെ ഈ സങ്കീർത്തനക്കാരൻ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇതുപോലെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. അതൊരു പക്ഷേ ഒരു രോഗമായിരിക്കാം, ഒരു രോഗക്കിടക്കയായിരിക്കാം. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത നിലയിൽ അവിടെ ഒരു പ്രയാസത്തിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കാം. ഇനി ദൈവം എനിക്ക് അനുകൂലമായി വരികയില്ലയോ, ദൈവം എന്നേക്കും എന്നെ കൈവിട്ട് കളഞ്ഞുവോ എന്നെല്ലാം നമുക്ക് ഒരു പക്ഷെ തോന്നിയേക്കാം, സംശയങ്ങൾ വന്നേക്കാം. ഇത് സങ്കീർത്തനക്കാരൻ്റെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം നമുക്ക് പരിശുദ്ധാത്മാവ് രേഖയാക്കി ഇതെല്ലാം നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഒരു കടബാധയിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. ഉറപ്പായിട്ടും ഞാൻ പറയാം, ചില സമയങ്ങൾ എടുത്തേക്കാം. എന്നാൽ ആ സമയത്തിനുള്ളിൽ ദൈവം നിങ്ങളെ വിടുവിക്കും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ദൈവം അത്ഭുതങ്ങൾ നടത്തി നമ്മളെ അതിൽ നിന്ന് വിടുവിക്കും. ഒരു പക്ഷേ അതൊരു തെറ്റിദ്ധാരണ മൂലമുണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ കഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ശത്രു ഉപദ്രവിക്കുന്നത് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു ശോധനകളായിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും ദൈവം നമ്മളെ അതിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരും. അവൻ എന്നേക്കും നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഇവിടെ സങ്കീർത്തനക്കാരന് ചില സമയത്ത് ഒരു സംശയം തോന്നി. പല രീതിയിലും നമുക്കും പലവിധമായ സംശയങ്ങൾ ഉണ്ടാകുന്നു. വിട്ടുമാറാത്ത രോഗങ്ങള്, വിട്ടുമാറാത്ത കടബാധ്യതകള്, വിട്ടുമാറാത്ത പ്രതികൂലങ്ങള്, വിട്ടുമാറാത്ത ശത്രുവിന്റെ ആക്രമണങ്ങൾ, ഇതെല്ലാം നമുക്ക് നേരിടുമ്പോൾ നാം ഒന്നുറപ്പിച്ചോ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടെ അതിൻ്റെ ആ സങ്കീർത്തനത്തിൽ തന്നെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയാണ്, ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നമ്മുടെ ദൈവത്തെ പോലെയുള്ള ഒരു വലിയ ദൈവം വേറെ ഇല്ല. അത് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. യേശുക്രിസ്തുവിനേക്കാൾ വലിയൊരു ദൈവം ഈ പ്രപഞ്ചത്തിൽ എങ്ങുമേ ഇല്ല. അതുകൊണ്ട് നമ്മുടെ സർവശക്തനായ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. അവൻ ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല. അവൻ നമുക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് തോന്നും അവൻ പ്രതികൂലമായിട്ട് ഇരിക്കുന്നതെന്ന്. നമുക്കറിയാലോ, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിന്റെ ഇരുമൂലയിൽ നിന്ന് വിടുവിക്കുമ്പോൾ പല പ്രാവശ്യം പല അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത് ശത്രുവിനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ദൈവം അവരുടെ കൂടെ ഇരിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു. എന്നാൽ അവർ മനം തിരിയാതെ അവരുടെ ഹൃദയകാഠിന്യം മൂലം വീണ്ടും അവർ ദൈവത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ദൈവം എന്ത് ചെയ്തു? അവരുടെ ആദിജാതന്മാരെല്ലാം കൊന്നുകളഞ്ഞു. എന്നിട്ടും അവരുടെ ഹൃദയം കഠിനപ്പെട്ടു. അപ്പോൾ ശത്രു നമ്മളെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുമ്പോൾ, ദൈവം പലവിധ ശിക്ഷാവിധി കൊടുത്തിട്ടും പിന്മാറാതെ പിന്നെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഒന്നുകിൽ അവരുടെ ആദിജാതന്മാരെ കൊന്നുകളയും. എന്നിട്ടും മനം തിരിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? ദൈവം അവരെ ചെങ്കടലിലേക്ക് പതുക്കെ നടത്തും. അവരെ പിന്തുടരുവാൻ തക്കവണ്ണം, ഇസ്രായേൽ ജനത്തെ പിന്തുടരുവാൻ വിട്ടയച്ചതാണ്, എന്നിട്ടും പിന്തുടരുവാൻ തക്കവണ്ണം ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് ഫറവോനും അവന്റെ രഥങ്ങളും അവന്റെ സൈന്യവും കൂട്ടവും എല്ലാം ചേർന്ന് പോവുകയാണ്. നമ്മൾ ഈ ജനത്തെ അവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പോവുകയാണ്. ദൈവജനത്തിന് നേരെ മന്ത്രവാദങ്ങൾ ചെയ്തും ബലം ഉപയോഗിച്ചുകൊണ്ടും ശക്തി കൊണ്ടൊക്കെ പിന്തുടർന്നു വരുന്ന ശക്തികളെ ദൈവം എന്ത് ചെയ്യും? ഒടുവിൽ നടുക്കടലിൽ കൊണ്ടുവന്ന് തള്ളിയിട്ട് കൊന്നുകളയും. അവർ പിണങ്ങളായി കിടക്കും, ശവങ്ങളായി കിടക്കും. അത് ഇസ്രായേൽ ജനം കണ്ടു. അവര് രാത്രിയിൽ ഇവരെ പിന്തുടർന്നു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ മാറി ഇവർക്ക് ഇരുട്ടും അവർക്ക് വെളിച്ചമായിട്ട് നിന്നു. നാം അറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൂതന്മാരെ, അവൻ നമുക്ക് വേണ്ടി സഹായം നൽകുന്ന ദൂതന്മാരെ അയക്കും. ദൂതന്മാർ നമ്മളെ അനുകൂലമായിട്ട് നിന്ന് വഴി നടത്തും. നമ്മൾ പോലും അതൊരു പക്ഷെ അറിയുകയില്ല.
നമ്മുടെ ആ, ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അത് കാണുവാനും അറിയുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇസ്രായേൽ ജനത്തെ പിന്തുടർന്ന് വന്ന ഈ ജനം ദൈവം അത്ഭുതം ചെയ്ത് ആ ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിച്ചു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ചെങ്കടലിനെ രണ്ടാക്കി മാറ്റുവാൻ അവന് കഴിയും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതത്തെ നിർമൂലമാക്കുവാൻ അവന് കഴിയും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കോട്ടയെ ഇടിക്കുവാനായിട്ട് അവന് കഴിയും. അവൻ സർവ്വശക്തിയുള്ള ദൈവമാണ്. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ചെങ്കടലിലേക്ക് കൊണ്ടുവന്ന് ശത്രുവിനെ അതിനുള്ളിലാക്കി അവസാന വെള്ളം തിരിച്ചു വന്ന് മൂടി അവരെല്ലാം ശവങ്ങളായിട്ട് അവിടെ പൊന്തിക്കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഏതെങ്കിലും തരത്തിലൊരു കഷ്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിന്റെ ദൈവം നിന്നെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. നീ അവനെ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം ആസാഫിനൊരു സംശയം ഉണ്ടായി, കർത്താവ് എന്നേക്കും തള്ളിക്കളഞ്ഞുവോ? ഒരുപക്ഷെ നീ ചെറിയൊരു പാപമുഖാന്തരം ഒരു ബാലശിക്ഷയിലൂടെ കടന്നു പോവുകയായിരിക്കാം. അപ്പോൾ നിന്റെ മനസ്സിൽ പിശാച് പറയും, ദൈവം നിന്നെ കൈവിട്ട് കളഞ്ഞു, ഇനി ഒരിക്കലും ദൈവം നിന്നെ സ്വീകരിക്കില്ല എന്നെല്ലാം പറഞ്ഞ് അവൻ നിന്നെ നിരന്തരമായിട്ട് നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ നീ ദൈവത്തെ മുറുകെ പിടിക്കുക, നിന്റെ പാപ വഴികളെ വിട്ട് നീ മാനസാന്തരപ്പെടുക. ആ പാപത്തിന്റെ ബാലശിക്ഷ കഴിഞ്ഞ് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നമ്മുടെ ദൈവം നല്ലവനായ ദൈവമാണ്. അവനെപ്പോലൊരു ദൈവം വേറെ ഇല്ല. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിന്റെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അവൻ അതിശയങ്ങളെ പ്രവർത്തിക്കും. അവൻ എന്നേക്കും തള്ളിക്കളയുന്ന ദൈവമല്ല, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ വചനങ്ങൾ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അവനെ മുറുകെ പിടിക്കുക, അവനെ സംശയിക്കാതിരിക്കുക. നമ്മുടെ കർത്താവ് വലിയവൻ, അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. നമുക്ക് അവനിൽ തന്നെ ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, വചനം കേട്ട മക്കളൊക്കെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഏതെങ്കിലും ഒരു ശോധനയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിരാശപ്പെടാതെ അങ്ങയുടെ വചനത്തെ മുറുകെ പിടിക്കുവാൻ, ഇതുപോലൊരു ദൈവം വേറെ ഇല്ല, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ വേറൊരു ദൈവം ഈ ഉലകത്തിലില്ല കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവേ. ഞങ്ങളെ കൈവിടാതെ വഴി നടത്തുന്ന ദൈവം, ഞങ്ങളെ കർത്താവെ, ഞങ്ങളുടെ തലമുടികളെല്ലാം എണ്ണിയിരിക്കുന്ന ഒരു ദൈവം കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന എഴുന്നേൽക്കുന്ന ദൈവമായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ അങ്ങേക്ക് മഹത്വം തരുന്നു. ഞങ്ങൾ അങ്ങേക്ക് സകല സ്തുതികൾ അർപ്പിക്കുന്നു കർത്താവ്. ഇന്ന് വചനം കേട്ട് എല്ലാവരും അനുഗ്രഹിക്കണം. സബ്സ്ക്രൈബേഴ്സിനെ മുഴുവനായിട്ട് കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, മഹത്വം എടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.